ഇപ്പോൾ IPL സീസൺ സ്റ്റാർട്ട് ചെയ്തു. RCB നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യൻസാണ്. കുറേ കാലം പരിശ്രമിച്ചതിന് ശേഷമാണ് അവർക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സീസണിൽ വരുമ്പോഴും RCB എന്ന് പറയുന്ന ടീം 2 മാച്ചിലും നന്നായിട്ട് അടിപൊളിയായിട്ട് റൺ റേറ്റ് കീപ്പ് ചെയ്തിട്ട് തന്നെ വിജയിച്ചൊരു ടീമാണ് RCB. മറുവശത്ത് CSK ഉണ്ട്. CSK എന്ന് പറയുന്നത് ഈ RCB CSK എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫാൻ ബേസ് ഉള്ള 2 ടീമുകളാണ്. അപ്പോൾ CSK ഇപ്പോൾ ഈ ഒരു IPL അവരുടെ ടീം മൊത്തത്തിൽ മാറിയിട്ടാണ് CSKയുടെ വന്നിട്ടുള്ളത്. ബട്ട് CSK ആ ഒരു മാറ്റത്തിൻ്റെ റിസൾട്ട് നമുക്ക് തന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ ആൻസർ ഇസ് നോ. 3 മാച്ച് കളിച്ചു. റീസെൻറ്റ് മാച്ച് വാസ് അഗെയിൻസ്റ്റ് RCB. അവർ പരാജയപ്പെട്ടു. 250 വാസ് RCB സ്കോർ. 207 മാത്രമേ CSKക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ആക്ച്വലി CSKയിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? അത് നമ്മൾ പറയേണ്ടത് CSK എന്ന് പറയുന്നത് പുതിയൊരു ടീമാണ്. കാരണം ലേലത്തിൽ അതിൽ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്നു. മറ്റേ നമുക്കറിയാം CSK എന്ന് പറയുന്ന ഒരുപാട് കോർ പ്ലേയേഴ്സിനെ ഇങ്ങനെ നിലനിർത്തി അതിലേക്ക് ഇങ്ങനെ കുറച്ച് പേര് ആഡ് ചെയ്ത് മാത്രം കളിക്കുന്ന ഒരു ടീമായിരുന്നു. പക്ഷെ അവരൊരു ട്രാൻസ്ഫോർമേഷൻ ഘട്ടത്തിലാണ്. ഒരുപാട് യൂത്ത് താരങ്ങൾ എത്തിച്ചു. ഇപ്പോൾ സഞ്ജു സാംസനെ കൊണ്ടുവന്ന് തന്നെ അവരുടെ ഒരു ഫിലോസഫിക്കൽ ചേഞ്ചാണ്. ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്നൊരു അഗ്രസീവ് ശൈലിയിലേക്ക് മാറുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സഞ്ജു സാംസനെ കൊണ്ടുവരുന്നത്. കൂടാതെ അവർ ലോങ് ടൈം പ്രൊജക്റ്റാണ് സത്യത്തിൽ മുന്നിൽ കാണുന്നത്. ഒരുപാട് യങ് താരങ്ങൾ എത്തി. പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മ, പിന്നെ ഡെവാൾഡ് ബ്രവിസ്, ഇവരൊക്കെ അതായത് ഒരു നെക്സ്റ്റ് ഒരു 5-6 വർഷത്തേക്കുള്ള ഒരു ടീമിനെയാണ് അവർ സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു ആദ്യത്തെ 3 മത്സരങ്ങൾ തീരുമ്പോൾ നമുക്ക് എന്താ പറയുക, അവരുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെയെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിൽ തോന്നുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ബാറ്റിങ്ങിൽ അത്ര പ്രശ്നമില്ല. കാരണം അവർ ആദ്യത്തെ മത്സരത്തിൽ രാജസ്ഥാനായിട്ട് വളരെ കുറഞ്ഞ സ്കോറിൽ ആൾ ഔട്ടായെങ്കിലും പിന്നീട് 2 മത്സരത്തിലും 200+ സ്കോർ ചെയ്തിട്ടുണ്ട്. അതേസമയം ബൗളിങ്ങിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ 200 റൺസ് അടിച്ചിട്ടും എതിർ ടീം അത് ചേസ് ചെയ്യുന്നത് കണ്ടു. പഞ്ചാബ് വളരെ ഈസി ആയിട്ട് ചേസ് ചെയ്യുന്നത് കണ്ടു. ഇന്നലത്തെ മത്സരത്തിൽ RCB അടിച്ചത് 250 റൺസാണ്. 250 റൺസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അതിലൊരു ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ്. അത് അവർക്ക് സംഭവിച്ച കാരണം എന്ന് പറയുന്നത് അവരൊരു കീ ബോളറായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഓസ്ട്രേലിയക്കാനായിട്ടുള്ള നഥാൻ എല്ലിസ് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം പ്രത്യേകിച്ചും ഓസ്ട്രേലിയയുടെ ഇപ്പോഴത്തെ ഒരു പ്രീമിയം പേസറാണ്. കാരണം ഹേസൽവുഡ് മിക്ക സമയത്തും പരിക്കായിരിക്കും. സ്റ്റാർക്ക് T20 ഇല്ല, ഇപ്പോൾ ടീമിലില്ല. കമ്മിൻസും അധിക സമയത്ത് ഇഞ്ചൂർഡായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു ഓസ്ട്രേലിയയുടെ പേസ് അറ്റാക്കിനെ നയിക്കുന്ന ആളാണ് ഈ ഒരു നഥാൻ എല്ലിസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് ഡെത്ത് ഓവറുകളിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എറിയും. അവസാന ഓവറുകളിൽ ഒരു വൈഡ് യോർക്കറൊക്കെ എറിയാൻ അല്ലെങ്കിൽ യോർക്കർ ലെങ്ത്തിൽ എറിയുന്ന വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബോളറാണ് നഥാൻ എല്ലിസ്. പക്ഷേ അപ്പോൾ അവർ ലേലത്തിൽ നഥാൻ എല്ലിസിനെ വാങ്ങുമ്പോൾ അവർ വിചാരിച്ചിരുന്നത് തങ്ങളുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ നഥാൻ എല്ലിസ് ലീഡ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നഥാൻ എല്ലിസ് ഇഞ്ചൂർഡായി. അപ്പോൾ ഒരു മത്സരത്തിൽ പോലും നഥാൻ എല്ലിസ് ഇല്ല എന്നുള്ള സിറ്റുവേഷനാണ്. അതിന് പകരം വന്ന ആൾ സ്പെൻസർ ജോൺസൺ എന്ന് പറയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തെ ഇതുവരേക്കും ഇറക്കിയിട്ടില്ല. പിന്നെ അവരുടെ 2 ഓവർസീസ് പേസേഴ്സ് ഉണ്ട്. ഒന്ന് മാറ്റ് ഹെൻറി എന്ന് പറയുന്ന ന്യൂസിലാൻഡിൻ്റെ പേസറാണ്. കൂടാതെ ജാമി ഓർട്ടൺ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ പേസറാണ്. ഇവർ 2 പേരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ 2 പേരും എനിക്ക് തോന്നുന്നത് ഒരു പ്രോപ്പർ T20 ബോളേഴ്സ് അല്ല. ഇവർ എറിയുന്നൊരു ബോളിംഗ് ലെങ്ത് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കത് കണ്ടാലറിയാം. ഒരു T20 ലെങ്ത്, അതായത് ഒരു യോർക്കർ ലെങ്ത്തിലൊന്നും എറിയുന്ന ബോളേഴ്സ് അല്ല. പെട്ടെന്ന് ബാറ്റേഴ്സിന് അടിക്കാൻ പറ്റുന്ന ബോളേഴ്സാണ്. അതിൽ മാറ്റ് ഹെൻറിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ന്യൂ ബോളിൽ വിക്കറ്റ് എടുക്കുന്ന ആളാണ്. എന്നാൽ പോലും ഒരു എന്താ പറയുക, നമുക്കൊരു 14 മത്സരങ്ങളൊന്നും കളിപ്പിക്കാൻ പറ്റിയൊരു ബോളറായിട്ട് തോന്നുന്നില്ല. പിന്നെ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാലും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കാലത്ത് ചെന്നൈ എന്ന് പറയുമ്പോൾ സ്പിന്നർമാരുടെ എന്താ പറയുക സ്വർഗരാജ്യം എന്നൊക്കെ പറയുന്ന ടീമായിരുന്നു. ഇപ്പോൾ രവീന്ദ്ര ജഡേജ ഉണ്ടായിരുന്നു, രവിചന്ദ്രൻ അശ്വിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്പിന്നേഴ്സിൻ്റെ ഒരു ഭൂമിയായിരുന്നു ചെന്നൈ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സീസണിലുള്ളത് നൂർ അഹമ്മദ് പറയുന്നൊരു അഫ്ഗാൻ ബോളറാണ്. ഈ നൂർ അഹമ്മദ് കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് എറിഞ്ഞു. പക്ഷേ ഈ നൂർ അഹമ്മദ് ഈ സീസണിലെ എല്ലാ മത്സരങ്ങളും നന്നായിട്ട് അടി കൊള്ളുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ചെന്നൈയുടെ ബൗളിംഗ് ലൈനപ്പിലാണ് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. അവർ മത്സരങ്ങൾ തോൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അവർക്ക് എനിക്ക് തോന്നുന്നത് ഇനി ഒരു ഓപ്ഷൻസ് ഉള്ളത് സ്പിന്നിൽ ഒരു അഖേൽ ഹുസൈൻ എന്ന് പറയുന്നൊരു വിൻഡീസിൻ്റെ സ്പിന്നറുണ്ട്. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നായി യൂസ് ചെയ്യാം. അദ്ദേഹം ഒരുപാട് വിക്കറ്റ് ടേക്കിംഗ് ബോളർ അല്ലെങ്കിലും കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് പന്തെറിയുന്ന ആളാണ്. ഏത് പവർ പ്ലേയിൽ വന്നിട്ട് എറിയും വേണമെങ്കിൽ, അല്ലെങ്കിൽ മിഡിൽ ഓവറുകളിൽ എറിയും. അപ്പോൾ അഖേൽ ഹുസൈൻ ഒന്ന് വേണമെങ്കിൽ മാറ്റി പരീക്ഷ നോക്കാവുന്നതാണ്. പിന്നെ പേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടി മിനുക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് മുന്നോട്ട് പോകണമെങ്കിൽ. പിന്നെ അവരുടെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്റിംഗ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ഇപ്പോൾ സഞ്ജു സാംസൺ ഭയങ്കര ഫെയിൽഡാണ്. ഇപ്പോൾ സഞ്ജു സാംസൺ ഓപ്പണിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതിരുന്നിട്ടും ടീം 200-ലപ്പുറം സ്കോർ ചെയ്യുന്നുണ്ട് ചെന്നൈ. ഇപ്പോൾ ചെപ്പോക്കിൽ 200 റൺസ് അടിച്ചു. ഇന്നലെ RCBക്കെതിരെയും അവർ മത്സരത്തിൽ നിന്ന് ഏറെക്കുറെ തോൽവി ഉറപ്പിച്ചെങ്കിൽ പോലും അവർ 200-ലപ്പുറം സ്കോർ ചെയ്തു. അപ്പോൾ അതിന് മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ചെന്നൈയുടെ ഡീപ്പ് ഓർഡർ ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് 7-മനോ 8-മനോ വരെയും ബാറ്റ് ചെയ്യുന്നൊരു ലൈനപ്പ് അവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ജാമി ഓർട്ടണൊക്കെ ബൗളിങ്ങിൽ എന്താ പറയുക മോശം ഫോമാണെങ്കിലും ബാറ്റിങ്ങിൽ വന്നിട്ട് അത്യാവശ്യം റൺസ് അടിക്കുന്നുണ്ട്. കൂടാതെ സഞ്ജു അല്ലാത്ത എല്ലാവരും
ഒരു മിനിമം ഫോമിലാണ്. സഞ്ജു വേൾഡ് കപ്പ് ഫോമിലാണെങ്കിലും ചെന്നൈയിൽ 3 മത്സരങ്ങളും തിളങ്ങിയിട്ടില്ല. എന്നാൽ മറ്റു ബാറ്റർമാരൊക്കെ എല്ലാ മത്സരങ്ങളും തിളങ്ങിയില്ലെങ്കിലും ചില മത്സരം തിളങ്ങുന്നുണ്ട്, ചില മത്സരം തിളങ്ങുന്നുണ്ട്. അത് എല്ലാവരും അത്യാവശ്യം ടച്ചിലാണ്. ഇപ്പോൾ ഗെയ്ക്വാദ് ആയാലും ആയുഷ് മാത്രേ ആണെങ്കിലും ശിവൻ ഡുബെ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം ടച്ചിലാണ്. അതുകൊണ്ട് തന്നെ ബാറ്റ് ലൈനപ്പ് എനിക്ക് തോന്നുന്നത് അത്ര ആശങ്കയില്ല. എനിക്ക് തോന്നുന്നു സഞ്ജുവിൻ്റെയും ഫോം ആവുകയാണ്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലൊക്കെ സഞ്ജു ഒരു കുറച്ച് നല്ല സ്റ്റാർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ 250 വരെ ചേസ് ചെയ്യാനുള്ളൊരു ലൈനപ്പ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ബാറ്റ് ലൈനപ്പിലേക്ക് ഇനി ഡെവാൾഡ് ബ്രേവ്സ് ഇഞ്ചൂർഡായിട്ട് പുറത്ത് നിൽക്കാൻ, ഡെവാൾഡ് ബ്രേവ്സ് കൂടി വരുമ്പോൾ എനിക്കൊന്ന് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടി സ്ട്രോങ് ആവും. പിന്നെ ധോണി എന്ന് പറയുന്ന താരമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഏതായാലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സാന്നിധ്യവും ഗുണം ചെയ്യും. പിന്നീട് അതിൽ ചെന്നൈ ബാറ്റ് ലൈനപ്പിൽ സത്യത്തിൽ ഒരു സർപ്രൈസ് ആയിട്ടുള്ള എൻട്രി നടത്തിയത് സർഫറാസ് ഖാനാണ്. കാരണം ഈ ഒരുപാട് വലിയ പിക്കുകൾ ലേലത്തിൽ ചെന്നൈ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സഞ്ജു സാംസൺ എത്ര കോടിക്ക് ട്രേഡ് ചെയ്തു, പിന്നെ ഒരുപാട് പണം കൊടുത്തിട്ടാണ് ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇതിലൊരു ഏറ്റവും ബാറ്റിങ്ങിലെ ലാസ്റ്റ് ഓപ്ഷനായിരുന്നു ഈ സർഫറാസ് ഖാൻ എന്ന് പറയുന്നത്. ആരും ലേലത്തിൽ ആദ്യഘട്ടത്തിൽ ആരും വാങ്ങാതിരുന്നൊരു താരത്തെ പിന്നീട് വെറും 75 ലക്ഷത്തിനാണ് ടീമിലേക്ക് എടുക്കുന്നത്. പക്ഷേ സർഫറാസ് ഖാൻ അതിനുശേഷമുള്ള ആഭ്യന്തര ടൂർണമെൻറ്റുകൾ അത്യാവശ്യം ബാറ്റിംഗ് തിളങ്ങിയിരുന്നു. അതുകൊണ്ടാണ് സർഫറാസിന് ഒരു ഫസ്റ്റ് ലെവലിൽ തന്നെ അവസരം കൊടുത്തത്. അത് സർഫറാസ് ഖാൻ കൃത്യമായിട്ട് മുതലെടുക്കുന്നുണ്ട്. കുറച്ചൊരു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ ഒരു കുറച്ച് ലെഗ് ഫാക്ടറോടെ ഉള്ള പോലെയാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഷോട്ട് അടിക്കുമ്പോൾ ചില എഡ്ജുകളൊക്കെ വീഴുന്നുണ്ട്, എന്നാൽ പോലും അദ്ദേഹം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മത്സരങ്ങളിലും സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആകത്തുകയായി പറയുമ്പോൾ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഴ്സ് ചെന്നൈക്ക് പ്രശ്നങ്ങളുള്ളത് അവിടെയാണ്. ബാറ്റിങ്ങിൽ സഞ്ജു എന്താ പറയുക ഫോമിലല്ല, അല്ലെങ്കിൽ ഋതുരാജ് കൺസിസ്റ്റൻ്റ് അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഡീപ്പ് ഓർഡർ ഉണ്ട്. ഒരു 8 വരെ ബാറ്റ് ചെയ്യുന്ന ലൈനപ്പ് ഉണ്ട്. അവർ 200 മുകളിൽ സ്കോർ ചെയ്യുന്നതും അതിൻ്റെ ഒരു സൂചനയാണ്. ഇതിലേക്ക് ബ്രേവിസ് അടക്കമുള്ളവർ വരുമ്പോൾ അവരൊന്നുകൂടി സ്ട്രോങ് ആകും. അപ്പോൾ ചെയ്യാനുള്ളത് പേസ് ഡിപ്പാർട്ട്മെൻറ്റിനൊന്ന് വൃത്തിയായിട്ട് മിനുക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഘട്ടത്തിലുള്ള ടീമാണ്. അപ്പോൾ ഈ ഒരു ടീമിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് തന്നെ ഭയങ്കര എല്ലാ മത്സരങ്ങളും ഡോമിനൻ്റ് ആയിട്ട് കളിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു ലോങ് ടൈം പ്രൊജക്റ്റാണ്. അപ്പോൾ ക്ഷമ വേണം, സമയം എടുക്കും, നമ്മൾ പറയണ്ടല്ലോ. ആ ഒരു അനുകൂല്യം ചെന്നൈക്ക് കൊടുക്കണം എന്നാണ് പറയാം. മേ ബി എലീസിയ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എലീസ് പക്ഷേ ഇനി ഈ സീസണിൽ ഏതായാലും റൂൾഡ് ഔട്ട് ആണ്, ഒരു സാധ്യതയില്ല. അപ്പോൾ ഒരു ഈ ബൗളറുടെ ഒരു അഭാവം ഉണ്ട്, അത് ഇതാണ്. അപ്പോൾ ലോങ് റണ്ണിൽ ഇറ്റ് മൈറ്റ് ബെനിഫിറ്റ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഈ ചെന്നൈയുടെ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനോട് എല്ലാ വാർത്താ സമ്മേളനവും ചോദിക്കുന്നത് നിങ്ങളുടെ ലേലത്തിലെ സ്ട്രാറ്റജി തെറ്റിയോ എന്നുള്ളതാണ്. അതായത് ബോളേഴ്സിനെ പിക്ക് ചെയ്യുന്നതിൽ ഇപ്പോൾ നെതാൻ എല്ലിസിന് ഒരു ബാക്കപ്പായിട്ട് നല്ലൊരു ബോളറെ കണ്ടെത്തിയില്ല. ഉള്ളത് ഈ മെറ്റ് ഹെൻറിയും ജമി ഓർട്ടണൊക്കെയാണ്. പ്രോപ്പർ T20 ബോളേഴ്സ് അല്ലാത്തവരാണ്. അതല്ലാത്ത ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ലുങ്കിയെങ്കിടെ പോലുള്ള ആളുകളൊക്കെ ലേലത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫ്ലെമിങ്ങിനോട് തന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ ഫ്ലെമിങ് പറയുന്നത് ഞങ്ങൾ ഒക്കെ എല്ലാ രീതിയും പരിശോധിച്ചാണ് ഞങ്ങൾ ലേലത്തിന് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് 2-3 മത്സരങ്ങളും കൂടിയും ഇതുപോലെ പരാജയ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഫ്ലെമിങ്ങിന് നേർക്കും വലിയ വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ RCB നമുക്കറിയാം, RCB ഫാൻസ് എന്ന് പറയുന്നത് ആ ഒരു കഴിഞ്ഞ IPL ശേഷം അവർ വിജയിച്ചതിന് അതിന് കഴിഞ്ഞിട്ട് ലൈക്ക് ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലോക്കായി പോയ അവസ്ഥയാണ്. അപ്പോൾ അത്രയും ഡൈ ഹാർഡ് ഫാൻസാണ് RCBയുടേത്. ഒരുപാട് കാലം കാത്തു നിന്നതിന് ശേഷം കിട്ടിയൊരു വിജയമാണ് കഴിഞ്ഞ വർഷത്തെ IPL എന്ന് പറയുന്നത്. അതിന് മുമ്പ് അവരുടെ പെർഫോമൻസ് വീക്കായിന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില ടൈമിൽ ലക്കില്ലാത്ത ഫാക്ടറിങ് അങ്ങനത്തെ പല ഫാക്ടേഴ്സ് കൊണ്ടായിരുന്നു ആ ഒരു സംഭവം കിട്ടാതിരുന്നത്. ബട്ട് റൈറ്റ് നൗ കമ്മിങ് ഇൻ ടു ദിസ് സീസൺ RCB ചെയ്ത പെർഫോമൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 2 മാച്ചിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാച്ചിൽ അവർ 8 ഓവറിലാന്ന് തോന്നുന്നു 150 റൺസ് അവർ എടുത്തത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ആക്ച്വലി RCB ഈ ഒരു സീസണിൽ ഫാൻസിന് കൊടുക്കുന്ന ഹോപ്പ്. ആൻഡ് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസായി ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. വീണ്ടും ഒരു ചാമ്പ്യൻസ് ആവാനുള്ള ഒരു ഫാക്ടർ RCBയുടെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു സീസണിലുണ്ടോ? നമ്മൾ ഈ ചെന്നൈയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത് നേരെ ഓപ്പോസിറ്റാണ് RCBയുടെ കാര്യം എന്ന് പറയുന്നത്. കാരണം ചെന്നൈ ഒരു പുതിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ഘട്ടത്തിലാണ്. RCB നിലനിൽക്കുന്ന ചാമ്പ്യന്മാരാണ്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെന്നൈക്കൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതുപോലെ RCBക്ക് എല്ലാം ശരിയാവാണ്. കാരണം ബാറ്റേഴ്സ് എല്ലാവരും ഭയങ്കരമായ ഫോമിലാണ്. അപ്പോൾ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഫിൽ സോൾട്ട് ഫോമിലല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഫിൽ സോൾട്ട് കൂടി ഇന്നലത്തെ മത്സരത്തിൽ ഫോമായി. അപ്പോൾ എല്ലാവരും നോക്കൂ, ഫിൽ സോൾട്ട് ഫോമിൽ, വിരാട് കോഹ്ലി ഫോമിൽ. പിന്നീട് ഏറ്റവും വലിയ ഒരു പ്ലസ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് 3-ാം നമ്പറിൽ വരുന്നത് ദേവദത്ത് പടിക്കലാണ്. ദേവദത്ത് പടിക്കൽ 2 മത്സരങ്ങളിലും അതിഗംഭീരമായി ബാറ്റ് ചെയ്തു. ഇമ്പാക്റ്റ് പ്ലെയറായി വരുന്ന ഒരാൾ ഫോം ആകുമ്പോൾ എന്ന് വെച്ചാൽ ബാറ്റിങ്ങിന് കുറച്ചുകൂടി ഡെപ്ത് കിട്ടും. കാരണം ഒരു എക്സ്ട്രാ നമ്പർ ആഡ് ചെയ്യാണ് 3-ാം നമ്പറിലേക്ക്. അപ്പോൾ ദേവദത്ത് പടിക്കലിൻ്റെ ഒരു സാന്നിധ്യം ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നു. അതൊരു ലെഫ്റ്റ് ഹാൻഡറാണ്. പിന്നീട് 4-ാം നമ്പറിൽ വരുന്നത് ക്യാപ്റ്റൻ രജത് പട്ടിദാറും ഇന്നലത്തെ മത്സരത്തിൽ അതിഗംഭീരമായി പിന്നെ അടിച്ച് തകർത്ത്. അദ്ദേഹം നമുക്കറിയാം ഒരു മിഡിൽ ഓവറുകളിൽ നന്നായി ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. സ്പിന്നിനൊക്കെ വളരെ നന്നായി
പിക്ക് ചെയ്യുന്ന താരങ്ങളാണ്. ബാക്കി എല്ലാവരും ടിം ഡേവിഡ് ഇന്നലെ കളിച്ചതൊരു എന്താ പറയുക ഒരു മിറാക്കിൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണോ ഒരു ഫിനിഷർ ചെയ്യേണ്ട ജോലിയാണ് ചെയ്തത്. വെറും 25 ബോളിലാണ് 70 റൺസ് അടിച്ചത്. മുംബൈയിൽ ഈ എല്ലാവരും പറഞ്ഞിരുന്നു ഈ ഓസ്ട്രേലിയൻ താരങ്ങൾ ചിലർ ഈ IPL അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമുള്ള ആളുകളാണ്. അതിൽപ്പെട്ട ഒരാളായിട്ടാണ് ടിം ഡേവിഡിനെ കണ്ടിരുന്നത്. ടിം ഡേവിഡിനെ മുംബൈ കീറൻ പൊള്ളാഡിന് പകരക്കാരാകാൻ വേണ്ടി കൊണ്ടുവരികയും അത് മുംബൈയിൽ തീരെ ഫോം ആകാതിരിക്കുകയും ചെയ്തൊരു പ്ലെയറാണ്. എന്നിട്ട് പിന്നീട് ഒരു ലേല സമയത്ത് ഒരു ഏറെക്കുറെ മ്യൂച്വൽ ഡീലിലൂടെയാണ് ഈ ടിം ഡേവിഡ് RCB എത്തുന്നത്. പക്ഷേ RCB എത്തുമ്പോൾ ടിം ഡേവിഡ് അത് ഗംഭീരമായാണ് ബാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് RCB കളിച്ച 2 മത്സരങ്ങളും 200+ ആണ് സ്കോർ ചെയ്തത്. ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് 220 റൺസ് അടിച്ചിട്ടും RCB അത് ഈസി ആയിട്ട് ചേസ് ചെയ്തു. ഇന്നലെ 250 അടിച്ചു. അപ്പോൾ അതുമാത്രമല്ല ഈ 200 അടിച്ചിട്ടും RCBയുടെ എന്താ പറയുക ഒരു ഫുൾ ബാറ്റിംഗ് ലൈനപ്പ് അതിൽ ഇൻവോൾവ്ഡ് അല്ല. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ വെറും 3 വിക്കറ്റേ പോയിട്ടുള്ളൂ. ഇനിയും റൊമാരിയോ ഷെഫേർഡ്, ജിതേഷ് ശർമ്മ പോലുള്ള ആളുകൾ പിന്നെ കൃണാൽ പാണ്ഡ്യയൊക്കെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ടും 250 ആദ്യത്തെ മത്സരത്തിൽ അങ്ങനെയാണ്. അവരുടെ ബാറ്റിംഗ് ഡെപ്ത് മൊത്തമായിട്ട് അതിലേക്ക് ഇൻവോൾവ്ഡ് അല്ല. ഇനി മാത്രമല്ല ഇനിയിപ്പോൾ ഇതിലൊരാൾ ഫോം ഔട്ട് ആണെന്ന് വിചാരിക്കുക, എന്നാലും അവർക്ക് പ്രശ്നമില്ല. കാരണം ജേക്കബ് ബഥൽ എന്ന് പറയുന്ന ഒരു വലിയ പ്ലെയർ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ സെഞ്ചുറി അടിച്ചതാണ് വാങ്കഡയിൽ. അപ്പോൾ അത്രയും ഫോമിലുള്ള പ്ലെയർ പുറത്ത് നിൽക്കുകയാണ്. കൂടാതെ അവരുടെ ഈ ലേലത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു വാങ്ങിയ താരം എന്ന് പറയുന്നത് വെങ്കടേഷ് അയ്യറാണ്. ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ആ വെങ്കടേഷ് അയ്യരും പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതായത് ഇനിയിപ്പോൾ ഇതിൽ ആരെങ്കിലും ഫോം ഔട്ട് ആയാൽ പോലും അവർക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് RCB കളിച്ച 2 മാച്ചും ചിന്നസ്വാമിയിലാണ്, ഹോം ഗ്രൗണ്ടിലാണ്. മാത്രമല്ല ഈ ചിന്നസ്വാമി എന്ന് പറയുന്നത് ട്രഡീഷണലി ഒരു ബാറ്റിംഗ് പിച്ചാണ്. അപ്പോൾ ഈ ബാറ്റിംഗ് പിച്ചിൽ സ്വാഭാവികമായിട്ടും കളിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. കൂടുതൽ അടുത്ത മത്സരങ്ങളൊക്കെ കുറച്ച് അവയിൽ അടുത്ത മത്സരം രാജസ്ഥാനുമായിട്ട് ഗുവാഹത്തിലാണ് മത്സരം. അപ്പോൾ ആ ഒരു മത്സരം കൂടി കഴിയുമ്പോഴാണ് ഒരു ബാറ്റിങ്ങിൻ്റെ കറക്റ്റ് അറിയാം. ഇനി അതേസമയം ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം RCBയുടെ ഏറ്റവും കീ ബൗളർ എന്ന് പറയുന്നത് ഏസൽവുഡ് ആയിരുന്നു. കഴിഞ്ഞ സീസണിൽ കപ്പടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഏസൽവുഡിനാണ്. അപ്പോൾ ഏസൽവുഡ് ഇഞ്ചുറിയാണ്. ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായ ആശങ്കകൾ ഉണ്ടായിരുന്നു ആരാണ് ഈ ഏസൽവുഡിൻ്റെ റോള് ചെയ്യാന്നുള്ളത്. പക്ഷേ ആ റോള് ന്യൂസിലാൻഡുകാരനായിട്ടുള്ള ജേക്കബ് ഡെഫി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം വളരെ സർപ്രൈസ് കണ്ടാണ്. കാരണം അദ്ദേഹം എനിക്ക് അത്ര ഭയങ്കര ഒരു ബോളറാന്നുള്ള അഭിപ്രായമുള്ള ആളല്ല. പക്ഷെ അദ്ദേഹം ആദ്യ മത്സരത്തിൽ 3 വിക്കറ്റുകൾ എടുത്ത് പ്ലെയർ ഓഫ് ദ മാച്ചായി. ഇന്നലത്തെ മത്സരത്തിൽ അത്യാവശ്യം തല്ല് കൊണ്ടിട്ടുണ്ട്, 4 ഓവറിൽ തല്ല് കൊണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആദ്യം തന്നെ 2 വിക്കറ്റുകൾ എടുത്തു. നിർണായകമായ ചെന്നൈയുടെ സഞ്ജു സാംസന്റെ വിക്കറ്റും ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ വിക്കറ്റ് എടുത്തത് ജേക്കബ് ഡെഫിയാണ്. അപ്പോൾ ഏസൽവുഡ് ഇനി വരുമ്പോൾ ജേക്കബ് ഡെഫി എന്ത് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ 2 പേരെയും കളിപ്പിച്ചിട്ട് ബാറ്റിങ്ങിൽ നിന്ന് റൊമാരിയോ ഷെഫേർഡിനൊക്കെ മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ പിന്നെ അവിടെ ഇന്ത്യൻ പേസേഴ്സാണ്, ഭുവനേശ്വർ കുമാറൊക്കെയാണ് കൂടെ ഉള്ളത്. അദ്ദേഹമൊക്കെ നമുക്കറിയാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൃണാൽ പാണ്ഡ്യ ആദ്യ മത്സരത്തിൽ കുറച്ച് തല്ലുകൊണ്ടിരുന്നെങ്കിലും ഇന്നലെ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നീട് അവരുടെ ഒരു സ്പിന്നറുണ്ട്, അതിന് പേര് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇന്നലെ നന്നായിട്ട് എറിഞ്ഞിട്ടുണ്ട്. 4 ഓവറും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ RCB എന്താ പറയുക 2 മത്സരങ്ങളും വളരെ ഒരു എന്താ പറയുക ചാമ്പ്യൻ ടീമിൻ്റെ അതേ മെൻറ്റാലിറ്റിയിൽ തന്നെയാണ് കളിക്കുന്നത്. നമുക്കറിയാം ഈ ടീം എന്തായാലും ഒരു പ്ലേ ഓഫ് എന്തായാലും ഒരു ഉറപ്പിക്കാവുന്ന രീതിയിലാണ് പോകുന്നത്. കപ്പിലേക്ക് എത്താനാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത്. കപ്പടിക്കാനുള്ള എല്ലാ എലമെന്റ്സും ഉള്ള ഒരു ടീമാണ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ കളിച്ച 2 കളിയും ചിന്നസ്വാമിയിലാണ്. അപ്പോൾ ചിന്നസ്വാമി കളിക്കുമ്പോൾ ഓഫ് കോഴ്സ് ബാറ്റേഴ്സ് എല്ലാവരും ഫോമിലായിരിക്കും. അതേസമയം ബൗളേഴ്സിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതുണ്ട്. കാരണം അവർ 2 മത്സരങ്ങളിലും 200 എടുത്തു എന്ന് പറയുന്ന പോലെ തന്നെ 2 മത്സരങ്ങൾ 200 കൊടുത്തിട്ടുണ്ട് ബൗളേഴ്സ്. ഇന്നലെ ചെന്നൈ 200 അടിച്ചിട്ടുണ്ട്, ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ചിന്നസ്വാമിയിലെ മത്സരങ്ങൾ കൂടി കഴിഞ്ഞ് കൂടുതൽ എത്തുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സഞ്ജു സാംസൺ നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ അഭിമാനമായിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ബ്രില്യൻ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. നമ്മളൊന്നും പലപ്പോഴും ആൾ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു വേൾഡ് കപ്പിൽ അത്രയും അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ്, സെമി ഫൈനൽസിൽ 89 റൺ സ്കോർ ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ. ആൻഡ് ഈ ഒരു IPL വരുമ്പം എല്ലാവരും ഹൈപ്പായി കൊണ്ടുവരുന്ന സംഭവം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇസ് കമ്മിങ് ടു CSK. ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആളിനി ഉള്ളത് എവിടെയാണ്? ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന IPL ടീമിലാണെന്നുള്ള ഒരു പ്രതീക്ഷയും ഹോപ്പൊക്കെ ഫാൻസിനുണ്ടായിരുന്നു. പക്ഷേ സഞ്ജു സാംസൺ ആസ് എ പ്ലെയർ എങ്ങനെയാണ് ഇപ്പോൾ IPL ആൾ മുമ്പോട്ട് പോകുന്നത്? നമ്മളൊക്കെ കൊടുത്ത ഒരു ഹോപ്പിനനുസരിച്ച് ആൾക്ക് ഉയരാൻ പറ്റുന്നുണ്ടോ? അത് ഇപ്പോഴത്തെ ചെന്നൈൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഫാക്ടറാണോ? അല്ലെങ്കിൽ ഇനി വരുമ്പോൾ നമുക്ക് സഞ്ജു സാംസണിൻ്റെ കയ്യിൽ നിന്നും ഇനിയും ഇതിനെക്കാട്ടിലും നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ആക്ച്വലി സഞ്ജു സാംസണിൻ്റെ ഒരു ഗ്രാഫ് ഇപ്പോൾ IPL പോയിക്കൊണ്ട് നിൽക്കുന്നത്? ഗ്രാഫ് എങ്ങനെ വെച്ചാൽ അതായത് ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കാന്ന് വിചാരിക്കുക. അതിങ്ങനെ ന്യൂസിലാൻഡ് പരമ്പര ഉണ്ടായിരുന്നു 2020 ലോകകപ്പിന് മുമ്പ്.
അന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വളരെ ലോ പോയിട്ട് പിന്നെ ഒരു ഒറ്റ ഇങ്ങനെ കയറിയിട്ട് ഇപ്പോൾ കയറി വീണ്ടും ഏറ്റവും ലോ പോയിന്റിൽ തന്നെ എത്തി. ലോ ഇപ്പോൾ അതേ പോയിന്റിലെത്തി. ന്യൂസിലാൻഡ് പരമ്പരയിലെ അതേ ലെവലിൽ തന്നെ അതേ കിടക്കുകയാണ്. ലെവലിൽ ഒരു എന്താണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഇല്ല, വരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു ന്യൂസിലാൻഡ് പരമ്പരയിൽ കണ്ടിട്ടുള്ള അതേ സഞ്ജുവിനെയാണ് ഈ ഇപ്പൊ സി എസ് നിലവിൽ കെയിലും കാണാൻ കാണുന്നത്. സാധിക്കുന്നത്. കാരണം ഷോട്ടുകളൊന്നും ശരിയാവുന്നില്ല. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ഇൻ കേസ് ഒരു ബൗണ്ടറി അടിച്ചാൽ പോലും അതിലൊരു എഡ്ജ് 4 ആയിരിക്കും. അങ്ങനെ ആ ഒരു ന്യൂസിലാൻഡ് പരമ്പരയിൽ കണ്ട അതേ സഞ്ജുവിനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സി എസ് കെ എന്ന് നമുക്കറിയാം ഏറ്റവും ഫാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണൽ ഫാൻസ് ഉള്ളവരാണ്. ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ 3-ാം മത്സരം തോറ്റ പിന്നാലെ അങ്ങനെ സഞ്ജുവിനെതിരെ ക്യാമ്പയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സഞ്ജു ഇങ്ങനെ ഒരു തീരെ കണക്ഷൻ ഇല്ലാത്ത പോലെയാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്നൊക്കെ ഭയങ്കര വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം സഞ്ജു സാംസൺ കംബാക്കുകൾ നടത്താൻ സാധിക്കുന്നത് ആരാണ്? എനിക്ക് അതൊക്കെ തോന്നുന്നു നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ജഡ്ജ് ചെയ്യും. ഒരു പ്ലെയർ ഒന്ന് ഫോം ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യാനും ആ ഒരു സംഭവം മേ ബി അത് പെർഫോമൻസിന് ക്രിക്കറ്റിൽ ഭയങ്കര കൂടുതലാണ്. ഭയങ്കര കൂടുതലാണ്. അതായത് ഒരാൾ 2 കളി ഫോം ആകുമ്പോഴേക്കും ആളെ ഹൈപ്പാക്കി വെക്കും ചെയ്യും. അതേപോലെ താഴ്ത്തോട്ടിടുന്ന സംഭവം ഫോം ആകുമ്പോൾ എന്താ പറയുക ഭയങ്കര ഇമോഷണൽ ഫാൻസ് ആണ് ഈ ക്രിക്കറ്റിലുള്ളത്. ഇപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സഞ്ജു സാംസൺ ഫോം ഔട്ട് ആയ കാലത്ത് എല്ലാവരും അദ്ദേഹത്തിനെതിരെ വൻ വിമർശനമായിരുന്നു. സമയം ഫോം ആകുമ്പോൾ ഇനി ഇതേ കാര്യം തിരിച്ചും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സഞ്ജു സാംസൺ ഫാൻസൊക്കെ ഒരു പക്ഷേ മറ്റുള്ളവരോടും ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഗില്ലിനായാലും അല്ലെങ്കിൽ മറ്റു പല പന്തിനോടായാലൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. 2 കളി ഫോം ആകുമ്പോഴേക്കും ടീമിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ 2 കളി ഫോം ആകുമ്പോഴേക്കും ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ള ഭയങ്കര ഇമോഷണൽ ഫാൻസാണ്. അപ്പോൾ സഞ്ജു സാംസണ് ചെയ്യാനുള്ളത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ബാക്ക് ടു ബേസിക്സ് എന്നൊക്കെ പറയും. ഒരു അടുത്ത മത്സരമെങ്കിലും ഒരു സ്റ്റഡി ആയിട്ട് കളിക്കാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം ഒരു അഗ്രസീവ് ശൈലിയിലേക്ക് മാറുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത മത്സരം വീണ്ടും ഹോം മാച്ചാണ്. അപ്പോൾ വീണ്ടും ഹോം ഗ്രൗണ്ടിന് മുന്നിൽ ഒരു മിനിമം റൺസിലേക്കെങ്കിലും എത്തിയിട്ട് അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് കയറുക. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പ്രഷറില്ലാതെ കളിക്കാൻ പറ്റിയ സീസണാണ്. കാരണം സാധാരണ എല്ലാ IPLകളിലും സംഭവിക്കൽ സഞ്ജു സാംസണിൻ്റെ ഒരു ഇന്ത്യൻ ടീമിലെ പ്രവേശനവും IPLലും ഭയങ്കര കണക്റ്റഡ് ആണ്. അതായത് ഈ IPL സീസണിൽ തിളങ്ങിയാൽ മാത്രമേ ഇന്ത്യൻ ടീമിലേക്ക് ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കളിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ അദ്ദേഹത്തിന് എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സീസൺ അങ്ങനെയല്ല. ഓൾറെഡി അത്രയും വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് പറയുമ്പോൾ ഒരു ഏറ്റവും വലിയ ഹൈപ്പ് അല്ലെങ്കിൽ ഏറ്റവും ടീമിൽ സ്ഥാനം ഉറപ്പാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പിന്നെ ബാറ്റിംഗ് ഡീൽ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് സാധാരണ എല്ലാ സീസണിലും ഉണ്ടാവാറുള്ളത് സഞ്ജു സാംസൺ ആദ്യത്തെ 2 കളി നന്നായി കളിക്കും. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിലൊക്കെ നമ്മളിങ്ങനെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ കാണാവുന്ന അങ്ങനെയാണ്. ആദ്യത്തെ 2-3 മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ഭയങ്കരമായിട്ടാണ് തുടങ്ങാറുള്ളത് ഒട്ടുമിക്ക എല്ലാ സീസണുകളും. എന്നിട്ട് പിന്നീട് ഇങ്ങനെ ഒരു ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജിലേക്കൊക്കെ പോകുന്ന രീതിയാണ് ഉണ്ടാവുള്ളത്. പക്ഷേ ഈ സീസൺ നേരെ ഓപ്പോസിറ്റ് ആണ്. അദ്ദേഹത്തിന് തുടക്കമൊന്നും ശരിയായില്ല എന്നുള്ളത്. പിന്നെ വരുന്ന മാച്ചുകളിൽ നല്ല പെർഫോമൻസ് സഞ്ജു സാംസണിൻ്റെ ഒരു ചെന്നൈക്ക് ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യമാണ്. കാരണം അവർ ഓൾറെഡി 200 ഇപ്പോൾ 2 മത്സരങ്ങൾ അടിച്ചു. അപ്പോൾ എനിക്കൊന്ന് സഞ്ജു സാംസണിൻ്റെ തലത്തിൽ നിന്ന് അവർക്കൊരു പവർ പ്ലേയിൽ കൂടി നല്ലൊരു ഒരു എന്താ പറയുക ഒരു സ്ട്രൈക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ കുറച്ചും കൂടി ടീമിൻ്റെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡും മെൻറ്റാലിറ്റി ഒക്കെ മാറുന്നതാണ് തോന്നുന്നത്. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ സഞ്ജു സാംസൺ പെട്ടെന്ന് വിക്കറ്റ് പോകുമ്പോൾ പിന്നീട് മറ്റുള്ളവർക്ക് ഉയർത്തുന്നതിന് പരിധിയുണ്ട് സ്കോർ. ഇനിയിപ്പോൾ ചേസിങ് ചെയ്യുകയാണെങ്കിൽ ഇന്നലെയൊക്കെ അതാണ് സംഭവിച്ചത്. ഇന്നലെ എനിക്ക് തോന്നുന്നത് RCBയുടെ 250 വരെ സഞ്ജു ഫോം ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എടുക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നല്ല പിച്ചായിരുന്നു. സഞ്ജു ഔട്ട് ആകുമ്പോൾ ഒരു മെന്റാലിറ്റി ബ്രേക്കിംഗ് പ്രശ്നവും വരുമല്ലോ. പിന്നെ ഈ സഞ്ജു സാംസന്റെ ഫോമിൽ നമുക്കൊരു ലോജിക്കലി പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹം ചിലപ്പോൾ ബാറ്റിംഗ് ട്രാക്കിലാണ് പരാജയപ്പെടുന്നത്. ഇപ്പോൾ ഇന്നലെ ചിന്നസ്വാമി പൊതുവെ ബാറ്റിംഗ് ട്രാക്കാണ്. മിനിയാന്ന് ചെപ്പോക്കും 2 ടീമും 200+ വന്ന മത്സരങ്ങളാണ്. എന്നിട്ടുമാണ് സഞ്ജു തിളങ്ങാതിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ആദ്യത്തെ ഓവർ കുറച്ചൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ബോളിംഗ്. ഇപ്പോൾ ജേക്കബ് ഡെഫിയൊക്കെ ബോൾ കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ മൂവ്മെൻറ്റുകളാണ് സഞ്ജുവിന് പേച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സഞ്ജു ഒരു കോൺഫിഡൻസ് വീണ്ടെടുത്ത് തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.